നമസ്കാരം. ശിവപഞ്ചാക്ഷര സ്തോത്രം അർത്ഥം മനസ്സിലാക്കി നിത്യവും ജപിച്ചാലുള്ള ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന സ്തോത്രം ആണ് ശിവപഞ്ചാക്ഷര സ്തോത്രം. ശ്രീ ശങ്കരാചാര്യനാൽ വിരചിതമായ ഈ സ്തോത്രം നിത്യവും ജപിക്കുന്നതിലൂടെ മനഃശുദ്ധി കൈവരികയും ജീവിത ദുരിതശാന്തി ലഭിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. കൂടാതെ ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും തൊഴിൽ തടസ്സങ്ങൾ നീങ്ങുന്നതിനും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ തിളങ്ങാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായകമാണ് ഈ ജപം. സന്ധ്യയ്ക്ക് നിലവിളക്കിന് മുന്നിലിരുന്നുള്ള ശിവപഞ്ചാക്ഷര സ്തോത്ര ജപം ഇരട്ടി ഫലം നൽകുന്നു. അർത്ഥം മനസ്സിലാക്കി ഭഗവത് രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്നതാണ് ഉത്തമം. ഇനി ശിവപഞ്ചാക്ഷര സ്തോത്രം അർത്ഥസഹിതം പരിചയപ്പെടാം. ഓം നമഃശിവായ എന്ന് 3 തവണ ചൊല്ലിയിട്ട് വേണം സ്തോത്രം ചൊല്ലാൻ തുടങ്ങുന്നത്. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈനകാരായ നമഃശിവായ. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നാഗത്തെ മാലയായി ധരിച്ചവനും 3 കണ്ണോട് കൂടിയവനും ശരീരം മുഴുവൻ ഭസ്മം ധരിച്ചവനും മഹേശ്വരനും നാശമില്ലാത്തവനും ശുദ്ധനും ദിക്കുകളെ അമ്പരമാക്കുന്നവനും നകാരരൂപിയുമായ ശിവനെ നമിക്കുന്നു. മന്ദാകിനി സലില ചന്ദനചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാരപുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമഃശിവായ. ഒഴുകുന്ന ഗംഗാജലത്താലും ചന്ദനത്താലും അലങ്കരിക്കപ്പെട്ടവനും നന്ദികേശ്വരൻ്റെയും ഭൂതഗണങ്ങളുടെയും അധിപനും മഹാനുമായ ഭഗവാനും മന്ദാരം തുടങ്ങിയ പുഷ്പങ്ങളാൽ പൂജിക്കപ്പെടുന്നവനും മകാരരൂപിയുമായ ശിവനെ നമിക്കുന്നു. ശിവായ ഗൗരീ വദനാരവിന്ദ സൂര്യായ ദക്ഷാധ്വര നാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശികാരായ നമഃശിവായ. മംഗളസ്വരൂപനും പാർവതീദേവിയുടെ മുഖമാകുന്ന താമരയ്ക്ക് സൂര്യനായവനും ദക്ഷയാഗം മുടക്കിയവനും ഐശ്വര്യമായ നീലകണ്ഠത്തോടു കൂടിയവനും വൃഷഭത്തെ കൊടിയടയാളമാക്കിയവനും ശികാരരൂപിയുമായ ശിവനെ നമിക്കുന്നു. വസിഷ്ഠ കുംഭോത്ഭവ ഗൗതമാര്യ മുനീന്ദ്രദേവാർച്ചിത ശേഖരായ ചന്ദ്രാർക്ക വൈശ്വാനര ലോചനായ തസ്മൈ വകാരായ നമഃശിവായ. വസിഷ്ഠൻ, അഗസ്ത്യൻ, ഗൗതമൻ എന്നീ മുനിമാരാലും ദേവന്മാരാലും പൂജിക്കപ്പെടുന്നവനും ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്നിങ്ങനെ 3 കണ്ണുകളോട് കൂടിയവനും വകാരരൂപിയുമായ ശിവനെ നമിക്കുന്നു. യക്ഷസ്വരൂപായ ജടാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃശിവായ. യക്ഷസ്വരൂപത്തെ ധരിച്ചിരിക്കുന്ന ജടയോടുകൂടിയവനും പിനാകം കൈകളിലേന്തിയവനും സനാതനനായവനും ദിവ്യനും ദേവനും ദിഗംബരനും യകാരരൂപിയുമായ ശിവനെ നമിക്കുന്നു. പഞ്ചാക്ഷരമിദം പുണ്യം യ പടേ ശിവസന്നിധൗ ശിവലോകമവാപ്നോതി ശിവേന സഹ മോദതേ. ശിവന്റെ അടുത്ത് ഈ പഞ്ചാക്ഷരം ചൊല്ലുന്നവൻ ശിവന്റെ വാസസ്ഥലം നേടുകയും പരമാനന്ദം ആസ്വദിക്കുകയും ചെയ്യുന്നു. ശിവപഞ്ചാക്ഷര സ്തോത്രം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ ഒരു വെള്ള പേപ്പറിലേക്ക് പകർത്തി എഴുതിയോ ചൊല്ലാവുന്നതാണ്. എല്ലാവർക്കും ശ്രീ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു.